വാക്കുകളൊന്നും എന്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. ഞാൻ അത്രമേൽ മരവിച്ചിരിക്കുന്നു. എന്റെ കൈകാലുകൾ ചലിക്കുന്നു എന്നേ ഉള്ളൂ. ഞാൻ മരിച്ചിരിക്കുന്നു. ഞാനൊരു ശവശരീരമാണ്. പോലെ നിലവിളിക്ക് മറുപടിയില്ലെങ്കിൽ പിന്നെ എന്തിനു നിലവിളിക്കണം? ഞാൻ ജയിച്ചു. ഞാൻ കണ്ടെത്തി. എന്റെ കപ്പൽ തീരം കണ്ടു. തൊഴിലാളി വർഗത്തിന്റെ ജാതകം ഞാൻ പൂർത്തീകരിച്ചു. 20 മണിക്കൂറുകൾ വെച്ച് 25 വർഷത്തെ എന്റെ അധ്വാനം ഫലം നേടി ചെന്നി. ഞാൻ കണ്ടെത്തി ജെന്നി. ജെന്നി, നീ എന്നെ സന്തോഷിക്കാത്തത്? നീ എന്റെ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടാത്തത്? ജെന്നി, അക്ക, അക്ക, നിങ്ങൾക്ക് സന്തോഷമില്ലേക്ക? ആലിപ്പുഴ കൊടിയുന്നത് പോലെ ചൂഷകന്റെ ഭരണകൂടങ്ങൾ കൊഴിയാൻ പോവുകയാണ്. തലവിട്ട് ഭദ്രമാക്കിയ സമ്പത്തിന്റെ കോട്ടയിൽ തടുക്കാനുള്ള വെടിമരുന്നാണ് ഞാൻ കണ്ടെത്തിയത്. അക്ക, മോളെ, ആർക്കും ഒരു സന്തോഷവുമില്ലാത്തത്. നാളുകവരെയുള്ള കള്ളശാസ്ത്രങ്ങളും ചരിത്രങ്ങളും പപ്പ പിച്ച് ചീതി എറിഞ്ഞു. മോളെ, ഒരു പുതിയ സൂര്യൻ ലഭിക്കുന്നത് നിനക്ക് തന്നെ ഇവിടെ നിന്ന് കണ്ടുകൊണ്ട് കാണാൻ. മോളെ, അടിമകളും ഉടമകളും ഇല്ലാത്തൊരു ലോകം നിന്റെ കാൽക്കീഴിലെത്തി. മോളെ, അക്ക, ജെന്നി, ആരും ഒന്നും പറയാത്തതെന്റെ ഈ മൗനം ദുസ്സഹമാണ്. ഈ ആഹ്ലാദ മുഹൂർത്തത്തിൽ നിങ്ങളെല്ലാം ചേർന്ന് എന്നെ ശിക്ഷിക്കുകയുള്ളൂ. എന്താണ് ഇതിനർത്ഥം? എന്നോടൊപ്പം ഓടിയെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. അക്കരോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചു മോൺകിനോ നമ്മെ വിട്ടു പോയടാ. പട്ടിണി അവനെ കൊണ്ടുപോയി. എല്ലാരും പോവുകയാണല്ലേ? നീയും പോയല്ലേ? എന്റെ കുഞ്ഞെ, എങ്ങനെ ഞങ്ങളെ വിട്ടു പോകാൻ? ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? മോനെ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഇവൻ ഞങ്ങളെ വിട്ടു പോയിട്ട് സമയമേറെയായിരിക്കുന്നു. ജൂപ്പിറ്റർ ദേവന്റെ കൈകളിൽ ഇവനെ ഏൽപ്പിക്കണം. ശവം പെട്ടി വാങ്ങാൻ കാശുണ്ടോ നിന്റെ കയ്യിൽ? എന്റെ കയ്യിലൊന്നുമില്ല. പെട്ടിയില്ലാതെ സിമിത്തേരിയിൽ ശവമടക്കാൻ പാതിന് സമ്മതിക്കില്ലല്ലോ കുഞ്ഞെ. പിന്നെന്ത് ചെയ്യും? എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. എന്തെങ്കിലും കാശ് കിട്ടുമോ? ഇല്ല, എവിടെ നിന്നും കിട്ടില്ല. ഞാൻ നിസ്സഹായനാണ്. എങ്കിൽ എന്റെ മോൻ ഇവിടെ തന്നെ കിടന്നോട്ടെ. അവനൊരു വലിയ ചോദ്യം പോലെ കിടന്നോട്ടെ. ലോകത്തെ സ്നേഹിച്ച അച്ഛന്റെ മകനെ കണ്ടോ? കണ്ണു നിറയെ കണ്ടോളൂ. കുഞ്ഞേ, അവസാനമായി നിന്നോടൊരു വാക്ക്. നിന്നെ കുറ്റപ്പെടുത്തുകയല്ല. അതിനെ ഭൂമിയിൽ ആർക്കും അർഹതയുമില്ല. എന്നാലും ഒരു വാക്ക്.
നമുക്കിനിയും കുഞ്ഞുങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പട്ടിണി മരണങ്ങളുമുണ്ട്. എന്നാൽ ഇനിയൊരു മരണം ഞാൻ കാണില്ല. അതിന്റെ തലയിൽ ഞാൻ എന്റെ കണ്ണുകൾ കുത്തി പൊട്ടിക്കും. ജെന്നി, മോളെ, എനിക്ക് വയ്യ. ജീവിതത്തിൽ ആദ്യമായൊരു പോരാളി തളരുകയാണോ? എനിക്ക് വയ്യ. ഞാൻ തളരുകയാണ്. ലോകത്തിലെ കോടാനുകോടി കുഞ്ഞുങ്ങൾക്ക് ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങ് ഈ ആയുധം കയ്യിലെടുത്തത്. അവസാന ശ്വാസം വരെ ഇത് താഴെ വെക്കരുത്. ഈ പേനയിൽ നിറഞ്ഞിരുന്നത് ഇവന്റെ രക്തമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട മകന്റെ രക്തം. ഒരു പുതിയ സ്വപ്നത്തിന്റെ, ഒരു പുതിയ ലോകത്തിന്റെ അടിത്തറയിൽ ഇതാ ഈ പവിത്രമായ ബലി, പാവനമായ ബലി. ദുഃഖങ്ങളുടെ നടുക്കടലിൽ